അന്തോണീസ് പുണ്യാളന്റെ സഹായത്തോടുകൂടി ആനവേട്ടയ്ക്കിറങ്ങുന്ന ആന്റണി വർഗീസ് പെപ്പെ. ഹായ്, ദിസ് ഡി ടി എച്ച്. ഒരു സാധാരണ സിനിമ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ആന്റണി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ, ദ ഹണ്ടർ, മാർക്കോയുടെ പ്രൊഡ്യൂസറിൻ്റെ ഹണ്ടർ, പാൻ ഇന്ത്യ അവതാരം. ഇതിൽ ഒരു പാൻ ഇന്ത്യ എഫേർട്ട് ഉണ്ട്, തീർച്ചയായിട്ടും എഫേർട്ട് ഉണ്ട്. കാരണം ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനിലും ഒരു പാൻ ഇന്ത്യ സിനിമയ്ക്കുള്ള തയ്യാറെടുപ്പുകളുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ അവസാനം ഒരു യൂണിവേഴ്സ് കണക്റ്റ് ഉണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരാളെ ഇറക്കിയിട്ടുമുണ്ട്, ഒരു ക്യാമിയോ ആയിട്ട്. അത് കാണുമ്പം തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇതൊരു ഷരീഫ് മുഹമ്മദ് യൂണിവേഴ്സിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നതെന്ന്. അങ്ങനെ ഒരു മാർക്കോ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒരു ഷരീഫ് മുഹമ്മദ് യൂണിവേഴ്സിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിൻ്റെ പടം തീർന്ന ഉടനെ ഇറങ്ങിപ്പോകരുത്, കാരണം ഇതിൽ മിഡ് ക്രെഡിറ്റ് സീനും പോസ്റ്റ് ക്രെഡിറ്റ് സീനും എല്ലാം ഉണ്ട്. അത് കണ്ട ശേഷമേ പോകാവുള്ളൂ കേട്ടോ. അപ്പോൾ സിനിമയുടെ പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് രവീർ ബസ്രൂറാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. റെന ഡിബയുടെ സിനിമാറ്റോഗ്രഫിയാണ്, ഉഗ്രൻ സിനിമാറ്റോഗ്രഫിയാണ്. പ്രൊഡക്ഷൻ ക്വാളിറ്റി പടത്തിൻ്റെ വളരെ നല്ലതാണ്. പക്ഷേ കഥ ഇന്നോവേറ്റീവാണ്. തുടക്കമൊക്കെ ഇന്നോവേറ്റീവാണ്. പക്ഷെ അവസാനമാവും തോറും ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് തോന്നി. അത് മാത്രമല്ല, ഇന്നോവേഷൻ കുറഞ്ഞു വരുന്നതായിട്ട് തോന്നി. ഇതിൽ എക്കോളജിക്കൽ എൻവയോൺമെൻറ്റൽ കൺസേൺസ് ഒക്കെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. അവർ ഡിസ്ക്ലൈമറിൽ പറയുന്ന കണക്ക് അവർ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പടം ചെയ്തിരിക്കുന്നത്, നമുക്ക് തൽക്കാലം വിശ്വസിക്കാം. കാരണം ഇത് പറയുന്നത് ആനവേട്ടക്കാരുടെ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആ കാട്ടിൽ പെടുന്ന ആൾക്കാരുടെ കഥയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എത്തിക്സ് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഓബ്വിയസ്ലി ഒരു അൺഎത്തിക്കൽ സോഷ്യലിസമാണ് പടത്തിലുടനീളം കാണാൻ പറ്റുന്നത്, ഒരു ആംഗിളിൽ നിന്ന് നോക്കിയാൽ. ആന്റണി വർഗീസ് പെപ്പെ കൺവിൻസിങ് ആണ്. ഞാൻ വിചാരിച്ചു പുള്ളിക്ക് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ആദ്യം ആലോചിച്ചായിരുന്നു. പക്ഷേ ഹി ക്യാൻ പുൾ ഇറ്റ് ഓഫ് എന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു സിനിമ കൂടിയാണ് കാട്ടാളൻ. 2 മണിക്കൂറുള്ള പടം. അപ്പോഴെനിക്ക് തോന്നി ഇതൊരു ഒരു അടുത്ത സീരീസ് അല്ലെങ്കിൽ അടുത്ത പാർട്ട് വരുന്നുണ്ട് എന്നൊക്കെ തോന്നുന്ന ഒരു നികളവേ ഈ പടത്തിനുള്ളൂ. ആദ്യമേ എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ തന്നെയാണ് പടം അവസാനിക്കുന്നതും. ആന്റണി കൂടാതെ ജഗദീഷ്, സുനിൽ, ദുഷറ വിജയൻ, പിന്നെ കബീർ സിംഗ് എന്നിവരുണ്ട്. കബീർ സിംഗിന് ഓർമ്മയാണ്, മാർക്കോയിലെ വില്ലനാണ്. കഥയുടെ ചുരുക്കം പറയുകയാണെങ്കിൽ, ആനക്കൊല്ലി എന്നൊരു ഗ്രാമത്തിലെ ജനങ്ങൾ മാരി എന്നൊരാളെ കാണാൻ ചെല്ലുന്നു. ഒരു കിങ് പിൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളെ കാണാൻ ചെല്ലുന്നു. അപ്പോൾ അദ്ദേഹത്തെ, അതായത് ഈ ഗ്രാമത്തിലേക്ക് സ്വീകരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ സ്വാഗതം ചെയ്യുകയാണ്. എന്താ വെച്ചാൽ ഈ അവിടുത്തെ ആനകളെ ഒന്ന് വരുതിക്ക് വരുത്താൻ വേണ്ടി, അതായത് ആളെക്കൊല്ലികളായ ആനകളെ, ഭയങ്കര ഇൻവേസീവായ എലിഫൻസിനെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ തടയിടാൻ വേണ്ടിയാണ് ഈ മാരിയെ വിളിക്കുന്നത്. മാരി വന്നതിന് ശേഷം അദ്ദേഹത്തിന് മറ്റു പ്ലാൻസ് ഉണ്ട്, വേറെ പല പ്ലാൻസ് ഉണ്ട്. അതനുസരിച്ചാണ് മാരി വരുന്നത്. അപ്പം മാരി ഈ ഗ്രാമത്തെ കൺട്രോളിലാക്കാൻ നോക്കുവാണ്. എന്നിട്ട് ഒരു വൈറ്റ് ഗോൾഡ് അല്ലെങ്കിൽ ഒരു ഐവറി ബിസിനസ്സിലേക്ക്, ഐവറി സ്മഗ്ലിംഗ് ട്രേഡിലേക്ക് പോകാനാണ് മാരിയുടെ പ്ലാൻ. അപ്പം മാരിയുടെ എതിരാളി വേറൊരു ഗ്യാങ്സ്റ്റർ, എഡി. അപ്പം ഇവർ തമ്മിലുള്ള ഗ്യാങ് വാറിൻ്റെ ഇടയിലേക്കാണ് ആന്റണിയുടെ കഥാപാത്രമായ ആന്റണി കടന്നു വരുന്നത്. അതിനുശേഷമുള്ള സംഭവവികാസങ്ങളാണ് ഈ സിനിമയിൽ ഉള്ളത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒട്ടും മോശമില്ലാത്ത ഒരു എഫേർട്ടാണ്. ഈ ഒരു ജോണറിൽ നിന്ന് നോക്കുമ്പോൾ, ഈ ജോണറിലെ ഒരു പരിമിതികളിൽ നിന്ന് നോക്കുമ്പോൾ, ഇറ്റ്സ് എൻ എബവ് ആവറേജ് ഫിലിം. 3 stars. Thanks for watching. Bye.